ഇവര് രണ്ടുപേരും പറയുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവർ രണ്ടുപേര് പറയുന്നതിനകത്ത് കുറച്ച് കാര്യവുമുണ്ട്. എന്നാൽ എന്റെ അനുഭവത്തില് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്ക് പീഡനം അല്ലെങ്കിൽ ഹരാസ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പാർലമെന്റോ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അവർക്ക് സുരക്ഷ കിട്ടിയേ വെക്കൂ. അതിനകത്ത് മിസ്യൂസ് ഉണ്ട്. ഇത് പല കാരണങ്ങളാലാണ് മിസ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മാട്രിമോണിയൽ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ അത് രണ്ട് പക്ഷം പിടിക്കുകയാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ആൾക്കാരിൽ നിന്ന് പക്ഷം പിടിച്ചിട്ട് ആ വടംവലി പോലെയാണ്. പിന്നെ വിജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ എന്ത് അലിഗേഷനും എനിക്കറിയാവുന്ന ഒരു കേസിലുണ്ട്. അതായത് ഭർത്താവിനെതിരായിട്ട് ആൺകുട്ടിയെ വെച്ചിട്ട് പോക്സോ കേസ് കൊടുത്തിരിക്കുകയാണ് ഭാര്യയുടെ ആൾക്കാര്. അപ്പൊ അത് പിന്നീട് അത് തെളിഞ്ഞു വന്നു. അപ്പൊ അതുവരെ അയാൾ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം അവിടെ ആലപ്പുഴയില് ഒരു വാച്ച്മാൻ സ്കൂളിന്റെ ആ വാച്ച്മാനെ ഒരു പെൺകുട്ടി ആ സ്കൂളിൽ പഠിക്കുന്ന ഫാൾസ് ആയിട്ട് അലിഗേഷൻ പോക്സോ കേസിൽ കൊടുത്തിട്ട് അയാളെ 9 മാസത്തിന് അപ്പുറം ആ ജയിലിൽ കിടക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ഈ മാട്രിമോണിയൽ കേസ് മാത്രമല്ല, ഇതിനകത്ത് മിസ്യൂസ് നടക്കുന്നുണ്ട്. മിസ്യൂസ് നടക്കുന്നതിനെ എങ്ങനെ വേരിഫൈ ചെയ്യണമെന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് അന്വേഷിച്ച് കൃത്യമായിട്ട് കൊണ്ടുവരണം. ഇത് രണ്ട് പക്ഷം പിടിക്കുകയാണ്. അതിനകത്ത് ന്യായവും അന്യായവും ഒന്നും അല്ല അവർ നോക്കുന്നത്. ഓരോ പക്ഷത്തിന് വേണ്ടി നിൽക്കുകയാണ്. ആ പക്ഷത്തിന് വേണ്ടി അല്ല വേണ്ടത്. അന്നിസാനോടൊരു ചോദ്യം, ആലപ്പുഴയിൽ എന്താ സത്യത്തിൽ നടന്നതെന്നുള്ളത് സാറിന് അറിയാമോ? സാർ അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ കേസ് അന്വേഷിച്ചതല്ല. ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെ മാധ്യമങ്ങളും ഈ കേരളത്തിലുള്ള പൊതുസമൂഹവും കൂടി തെരുവിലേക്ക് ഇറക്കി വിടുക ചെയ്തിട്ടുള്ളത്. അയാൾ റേപ്പ് ചെയ്തിട്ടില്ലെന്ന് സാറിനോട് ആരോ പറഞ്ഞത്? കോടതി വെറുതെ വിട്ടു. തെളിവിന്റെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. അതിന്റെ അർത്ഥം അയാൾ റേപ്പ് ചെയ്തില്ല എന്നല്ല. ഞാൻ കണ്ടോ എന്നാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ നോർത്ത് പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. എനിക്കറിയാം പോലീസ് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തിയെന്നുള്ളത്. ആ കേസിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോലീസിന്റെ അന്വേഷണം ഒരിക്കൽ പോലീസ് ഒരു ഫൈൻഡിങ്സിലെത്തിയാൽ ചാർജ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും പോലീസ് അതിൽ തന്നെയാണ് സാധാരണഗതിയിൽ പിടിച്ചിരിക്കുന്നത്. അതല്ല എന്ന് അതേ പോലീസ് തന്നെ എഴുതി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെ അയാൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ അയാളുടെ പേരിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു കേസിൽ ചാർജ് കൊടുത്താൽ വീണ്ടും റീഇൻവെസ്റ്റിഗേഷൻ കോടതി ഇട്ട് കഴിഞ്ഞ് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ പറയൂ. അതിന് വേറൊരു ഏജൻസിയെ കൊണ്ട് അത് അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.